തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട സ്ഥിതിയാണ്. പാലക്കാട് നഗരസഭ തങ്ങൾ ഇതാ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവരുടെ ഒരു നമുക്കൊന്ന് കണ്ണൂരിലേക്ക് പോകണം. കണ്ണൂരിൽ വലിയ പങ്കാളിത്തമാണ് കാണാൻ കഴിയുന്നത്. മിഥുൻ, എന്താണ് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ കാഴ്ചകൾ, വിവരങ്ങൾ? നിലിമ, വലിയ ആവേശത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശം ഇപ്പോൾ അവസാനിക്കാൻ വേണ്ടി പോകുന്നത്. വലിയൊരു പ്രവർത്തകരുടെ കൂട്ടം തന്നെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. BJP ദേശീയ ഉപാധ്യക്ഷൻ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലി അല്ലെങ്കിൽ കൊട്ടിക്കലാശ റാലിയുടെ മുൻപിൽ തന്നെയുണ്ട്. എങ്ങനെയുണ്ട് BJP? കണ്ണൂർ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരു വലിയ ശക്തിയായി ഭാരതീയ ജനതാ പാർട്ടി മാറാൻ പോവുകയാണ്. ഞങ്ങൾ വളരെ പ്രതീക്ഷയിലാണ്. നല്ല വിജയം, ഒരുപാട് സീറ്റുകളിൽ താമര വിരിയുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. കേരളം മാത്രമല്ല, ഇന്ത്യ ശ്രദ്ധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയം ഇവിടെ ഉണ്ടാവും. പിണറായി വിജയന്റെ കണ്ണൂരിൽ വലിയ വിജയം ഭാരതീയ ജനതാ പാർട്ടി നേടും. അപ്പോൾ ഇത്തവണത്തെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയടക്കം താങ്കൾക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു അഭിമാന പ്രശ്നമായി കണ്ടു തന്നെയല്ലേ ഈ തെരഞ്ഞെടുപ്പിനെ? ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടി പ്രവർത്തകരും ഇതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ടാണ് കാണുന്നത്. ഞങ്ങൾ ഇവിടെ ഒരു ചരിത്ര വിജയം നേടും. നമുക്ക് റിയാലിറ്റി ഗ്രൗണ്ട് സ്ഥിതി വളരെ വളരെ അനുകൂലമായിട്ടാണുള്ളത്. ഇപ്പോൾ ഓരോ വീട്ടിലടക്കം ഗൃഹസമ്പർക്കമാണ് പ്രധാനമായിട്ട് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഓരോ വീടുകളിലും പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മറുപടി എങ്ങനെയായിരുന്നു? അതായത് ഞങ്ങൾ വീടുകളിൽ ചെന്നപ്പോൾ ഒരു അമ്മ എന്നോട് പറഞ്ഞത്, മോനെ, താമരക്ക് വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അവർ നമ്മൾ അയ്യപ്പനെ കട്ടുകൊണ്ടുപോകുന്ന പറഞ്ഞത്. അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാന ചുമരെഴുത്ത്. യഥാർത്ഥത്തിൽ കേരളത്തെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും തകർത്തിരിക്കുകയാണ്. ഈ കണ്ണൂരിൽ നിന്ന് സാധാരണ വോട്ടർമാർ പറയുന്നത് ഈ കണ്ണൂർ കോർപ്പറേഷൻ്റെ ശാപം മുസ്ലിം ലീഗിൻ്റെ ആധിപത്യമാണ്. മുസ്ലിം ലീഗിൻ്റെ കയ്യിൽ നിന്ന് ഈ കണ്ണൂരിനെ രക്ഷപ്പെടുത്തണമെന്നാണ് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ, ഇടത്തരക്കാർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിനെ മുസ്ലിം ലീഗിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സീറ്റ് വലിയന്നൂര് ലീഗിന് കൊടുത്തിരിക്കുകയാണ്. മാത്രമല്ല, റജിൽ മാക്കുറ്റി എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് SDPIക്കാരെയും ജമാഅത്ത് ഇസ്ലാമിക്കാരെയും കൂട്ടിയിട്ടാണ് വോട്ട് പിടിക്കുന്നത്. അദ്ദേഹം വീട്ടിൽ ചെന്ന് പറയുന്നത്, ഞാനാണ് പശുക്കുട്ടീനെ അറുത്തത്, നിങ്ങൾക്ക് ബീഫ് കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് ഞാനാണ് എന്ന് പറയുന്നു. ഈ റജിൽ മാക്കുറ്റി എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരെ ചിന്തിക്കുന്നത് മുസ്ലിങ്ങളെല്ലാം വികാരജീവികളാണ്. മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവനെ പോലെ പശുക്കുട്ടീനെ അറക്കുന്ന ആളല്ല. മുസ്ലിങ്ങൾ എന്ന് പറയുന്ന മനുഷ്യരെ പോലും വളരെ വില കുറച്ച് കാണുന്ന, ഒരുപക്ഷെ SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വളരെ കുടുസായിട്ടുള്ള കാഴ്ചപ്പാടാണ് ഈ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. കോൺഗ്രസ് തകർന്നിരിക്കുന്നു, കോൺഗ്രസ് ക്ഷയിച്ചിരിക്കുന്നു. മുസ്ലിം ലീഗിന്റെ ആധിപത്യമാണ് കണ്ണൂർ കോർപ്പറേഷന്റെ ശാപം. അതിൽ നിന്ന് ഈ കണ്ണൂരിനെ രക്ഷിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിജയമായിരിക്കും ഇത്. പലപ്പോഴും ഈ വിജയത്തിന്റെ ഘട്ടത്തിലെത്തുമ്പോൾ BJP സ്ഥാനാർത്ഥി വിജയത്തിന്റെ ഘട്ടത്തിലെത്തുമ്പോൾ വോട്ടുകൾ ക്രോസ് വോട്ട് ചെയ്ത് അല്ലെങ്കിൽ വോട്ട് മറിച്ചു കൊടുത്ത് ഈ ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ കോൺഗ്രസിനെ ജയിപ്പിക്കുന്ന ഒരു സാഹചര്യം കണ്ണൂർ ജില്ലയിൽ പലപ്പോഴും ഉണ്ടായിട്ടുള്ളൊരു ആരോപണം ഗൗരവമായി തന്നെ ഉയർന്നു വന്നിട്ടുണ്ടല്ലോ. അങ്ങനെ അവർ പരസ്പരം സഹകരിച്ചാലും, അവർ ഇന്ത്യ മുന്നണിയാണ്, അവർ പരസ്പരം സഹകരിച്ചാലും ഞങ്ങളെ വിജയത്തെ തടയാൻ സാധിക്കില്ല. ഒരുപക്ഷെ അവരുടെ വോട്ടുകൾ കൂട്ടിയാലും അതിലും നല്ല വോട്ട് നമുക്ക് പല മണ്ഡലങ്ങളിലും പല ഡിവിഷനിലും കിട്ടാൻ പോകുന്നൊരു തെരഞ്ഞെടുപ്പാണ്. നന്ദി. ഏതായാലും വലിയ പ്രതീക്ഷ തന്നെയാണ് BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി ഇപ്പോൾ നമ്മോട് പങ്കുവെച്ചത്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശം അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. പ്രവർത്തകരും നേതാക്കളും എല്ലാം തന്നെ ഒരുപോലെ ആവേശത്തിലാണ് ഈ കൊട്ടിക്കലാശത്തിലേക്ക് എത്തുമ്പോഴുള്ളത്. ഇതിലും വൻപിച്ച വിജയം തന്നെ കണ്ണൂർ ജില്ലയിൽ ഇത്തവണ BJP ഉണ്ടാക്കുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് നേതാക്കൾ ഉൾപ്പെടെ നമ്മൾ പങ്കുവയ്ക്കുന്നത്. നീലിമ, മിഥുൻ, കണ്ണൂരിൽ BJP വളരെ ശക്തമായ രാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഈ അബ്ദുള്ളക്കുട്ടി സൂചിപ്പിച്ചതുപോലെ തന്നെ ഗൃഹസമ്പർക്ക പരിപാടികൾ ഉണ്ടായപ്പോൾ അവിടെ ഉയർന്ന പ്രധാന ചോദ്യം ഈ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചായിരുന്നു. ഇപ്പോൾ CPMന്റെ നേതാക്കൾ ജയിലിൽ കിടക്കുകയാണ് ഈ സ്വർണ്ണക്കൊള്ളയിൽ. മറ്റൊന്ന്, രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതാണ് UDF കേന്ദ്രങ്ങളെ അസ്വസ്ഥമാക്കുന്ന ഒരു ഘടകം.
മറ്റൊന്നുകൂടിയുണ്ട്. രണ്ട് മുന്നണികൾക്കും വലിയ രീതിയിൽ ജിഹാദികളുടെ വലിയ പിന്തുണ ലഭിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി നിർലോഭമായ പിന്തുണ ഇടത് വലത് മുന്നണികൾക്ക് പ്രത്യേകിച്ച് UDF-ന് നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. മതമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ പറയുന്നു. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ടാണ്. അപ്പോൾ വളരെ കൃത്യമായി ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കേരളം എങ്ങോട്ട് മാറുന്നു എന്നതിൻ്റെ കൃത്യമായ അടയാളമാണ് AP അബ്ദുള്ളക്കുട്ടി വരച്ചു കാട്ടിയത്. ഇത് തന്നെയല്ലേ കണ്ണൂരിലെ ജനങ്ങളിലേക്കും എത്തിയിട്ടുണ്ടാകുക? തീർച്ചയായും നീലിമ, അത് തന്നെയാകണം ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു. ഈ ഗൃഹസമ്പർക്കത്തിന് പോയ സമയത്ത് ഒരു വീട്ടമ്മ അദ്ദേഹത്തോട് ചോദിച്ച കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. താമരയ്ക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ നമ്മുടെ അയ്യപ്പൻ അവിടെ ഉണ്ടാകില്ലേ മോനെ എന്ന് അബ്ദുള്ളക്കുട്ടിയോട് ചോദിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും വലിയ വികാരമായി തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം ഈ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയായിട്ടുണ്ട് എന്നതിൻ്റെ നേർസാക്ഷ്യം തന്നെയാണ് ആ മറുപടി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മാത്രമല്ല കോൺഗ്രസിന്റെ ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ട് അതും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാകുന്നു എന്നുള്ളതാണ്. വിശ്വാസ സംരക്ഷണം വളരെ കൃത്യമായ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് BJP ജനങ്ങളെ നേരിടുന്നത്. ഇപ്പോൾ സാനു കൂടി തൃശ്ശൂരിൽ നിന്ന് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാനു, തൃശ്ശൂർ മുന്നോട്ട് വെച്ച ഒരു രാഷ്ട്രീയമുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അത് വളരെ കൃത്യമായി BJP-ക്കൊപ്പം നിൽക്കുന്ന തൃശ്ശൂരിനെ നമ്മൾ കണ്ടതാണ്. ആ തൃശ്ശൂർ കേരളമൊട്ടാകെ ആവർത്തിക്കുമെന്നാണ് BJP നേതാക്കൾ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വ്യക്തമാക്കിയിട്ടുള്ളത്. എങ്ങനെയാണ് തൃശ്ശൂരിലെ ഒരു ആരവം? ഇന്ന് ഞങ്ങൾ ഈ കൊട്ടിക്കലാശത്തിന് വേണ്ടി നമ്മൾ ഈ തൃശ്ശൂരിലെ വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ ഈ സ്വരാജ് റൗണ്ടിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആദ്യം കയറിയത് ഒരു ചായക്കടയിലേക്കാണ്. ആ ചായക്കടയിൽ ഇരുന്ന് ചായ കുടിച്ച നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ളവർ അവരൊരു അടക്കം പറച്ചിൽ പറയുകയാണ്. അതായത് BJP ഒരു തരത്തിലും ശക്തിയാവില്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒന്നും നേടില്ല എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും ഇതേ സമാന നിലയിൽ സുരേഷ് ഗോപി ജയിക്കില്ല എന്ന് എഴുതി തള്ളിയതാണ് തൃശ്ശൂര്. അവിടെ നിന്നാണ് 75,000-ത്തിലധികം വോട്ടുകളുടെ ദൂരത്തിലേക്ക് കയറിക്കൊണ്ട് ലോക്സഭയിലേക്ക് സുരേഷ് ഗോപി നടന്ന് കയറിയ ചരിത്രം നമ്മൾക്ക് മറക്കാൻ പാടില്ല എന്നൊരു ഓർമ്മപ്പെടുത്തൽ. അതേ ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഈ കൊട്ടിക്കലാശം അവസാനിക്കാൻ 30 മിനിറ്റുകൾ മാത്രം ശേഷിക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നു. നമ്മളിപ്പോൾ കാണുന്ന BJP-യുടെ ദൃശ്യങ്ങളിൽ, അതായത് തൃശ്ശൂർ സ്വരാജ് റൗണ്ടിന് സമീപത്തുള്ള 10 കൗൺസിൽ, അതായത് 10 ഡിവിഷനുകളിലെ മാത്രം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു കൊട്ടിക്കലാശമാണ്. അതിനപ്പുറത്ത് നടക്കുന്ന CPM-ന്റെയാണ്, അതിന് തൊട്ടിപ്പുറത്ത് നടക്കുന്നത് LDF-ന്റെയാണ്. ഈ പരിപാടികളിൽ ഈ കൊട്ടിക്കലാശങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ശക്തിയേറിയ, ഏറ്റവും വാശിയേറിയ, ഏറ്റവും ആഘോഷപൂർവ്വമായിട്ടൊരു കൊട്ടിക്കലാശം BJP-യുടെ ഭാഗത്തു നിന്ന് നടക്കുന്നു എന്ന് തന്നെയാണ്. അതാണ് നമ്മൾ അല്പം മുമ്പ് പറഞ്ഞത് തന്നെ. അതായത് തൃശ്ശൂർ നൽകുന്ന ഒരു രാഷ്ട്രീയ സന്ദേശമുണ്ട്, തൃശ്ശൂർ നൽകിയിട്ടുള്ള ഒരു രാഷ്ട്രീയ സന്ദേശമുണ്ട്. ആ രാഷ്ട്രീയ സന്ദേശം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ അത് കേരളം മനസ്സിലാക്കും. ആ റിസൾട്ട് തന്നെയായിരിക്കും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കാൻ പോകുന്നതെന്നാണ് BJP-യുടെ സമുന്നത നേതാക്കൾ അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും തൃശ്ശൂർ കോർപ്പറേഷനും അതിനോട് ചേർന്ന് വരുന്ന 7 നഗരസഭകളിലും നിർണായക ശക്തിയാകുക തൃശ്ശൂർ കോർപ്പറേഷനും അതേപോലെ തന്നെ കൊടുങ്ങല്ലൂർ നഗരസഭയും. നിലവിൽ തൃശ്ശൂർ ജില്ലയിലെ അമിണിശ്ശേരി പഞ്ചായത്ത് മാത്രമാണ് BJP ഭരിക്കുന്നത്. അതിനൊപ്പം തന്നെ ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളും പിടിച്ചടക്കിക്കൊണ്ട് ഒരു നിർണായക ശക്തിയാവുക എന്നത് തന്നെയാണ് BJP ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലക്ഷ്യം വെക്കുന്നത്. അതിനുവേണ്ടി തന്നെയുള്ള, അതായത് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ BJP തൃശ്ശൂർ ജില്ലയിലല്ല ഈ സംസ്ഥാനത്താകെ തൃശ്ശൂർ നൽകിയിട്ടുള്ള രാഷ്ട്രീയ സന്ദേശം വ്യാപിപ്പിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നീലിമ, തൃശ്ശൂർ വലിയ ആവേശമാണ് തൃശ്ശൂരിൽ കാണുന്നത്. ഇന്ന് സംസാരിച്ച BJP നേതാക്കളെല്ലാം പറഞ്ഞ ഒരു കാര്യം തൃശ്ശൂർ ഈ കേരളമൊട്ടാകെ ആവർത്തിക്കുമെന്നതാണ്. തൃശ്ശൂരിൽ വലിയ ജനപങ്കാളിത്തം കാണാൻ കഴിയുന്നു. കലാശപ്പൊട്ട് വളരെ